വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിഡ്സ് സ്നാക്സ്. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റി എഗ് ഫ്രൂട്ട് ഐസ്ക്രീം ആണ്. ചിലർക്ക് എഗ് ഫ്രൂട്ട് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് എഗ് ഫ്രൂട്ട് ഐസ്ക്രീമിലൂടെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ എല്ലാവരും കഴിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുള്ള ഐറ്റംസ് എന്തെല്ലാം നോക്കാം. കുറച്ച് എഗ് ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ some milk maid, 1 cup milk, sugar, 2 cup fresh cream. ഇനി നമുക്ക് അതിന്റെ എഗ് ഫ്രൂട്ടിന്റെ പീൽസ് കളയാം. നമുക്ക് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തു. ഇനി വീണ്ടും നമുക്കൊന്ന് തിക്കായിട്ട് കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് അധികം ലൂസ് ആവാതെ ഒന്ന് തിക്കായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇനി ഞങ്ങളിവിടെ നമ്മളെ എഗ് ഫ്രൂട്ട് ഇവിടെ നന്നായി തിക്കിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രഷ് ക്രീം ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്തെടുക്കാം. ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വാനില, ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ഫ്രഷ് ക്രീം കൂടെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്താൽ മതി. നമ്മൾ ക്രീം പരുവത്തിലാണ്. എന്നിട്ട് നമുക്കൊരു എയർ ടൈറ്റ് ബോക്സിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ഇത് ബോക്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ബബിൾസ് ഒക്കെ ഒന്ന് പോകും. ശേഷം നമ്മളെ മൂടിയുടെ അടുപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് 8 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കാണിച്ചു കേട്ടോ. അപ്പം ഫ്രീസ് ചെയ്തിട്ട് വരാം. ഐസ്ക്രീം 8 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. Wow, very tasty.